ഹലോ ഫ്രണ്ട്സ്, ഷാഡോ വ്ലോഗിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു പുൽക്കൂട് ഉണ്ടാക്കിയെടുത്താലോ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ പുൽക്കൂട് പണിയാൻ വേണ്ടി ബേസിന് എടുത്തേക്കുന്ന തടിയത്. നമ്മൾ ഈ പുൽക്കൂടിന്റെ ഈ ബേസായിട്ട് എടുക്കുന്ന തടിയിൽ നിന്ന് ഇവിടെ ഇത്ര ഭാഗത്തായിരിക്കും പുൽക്കൂട് നിൽക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് ഇത്ര ഏരിയ ഒന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ട് അത് 2 പേസ്റ്റ് ബോർഡ് അല്ലെങ്കിൽ തെർമോക്കോൾ വെട്ടി ഇത്രയും പൊക്കത്തിൽ ഹൈറ്റ് ആക്കണം. നമ്മളിപ്പോൾ അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുൽക്കൂട് ജസ്റ്റ് ഒന്ന് ഇച്ചിരി പൊക്കത്ത് നിൽക്കാൻ വേണ്ടി നമ്മളിപ്പം അത്രയും ചെയ്യുന്നത്. നമ്മൾ 3 പീസ് ഇതുപോലെ വെട്ടിയെടുത്തിട്ടുണ്ട്. 2 എണ്ണം ഒരു അളവിലും ഒരെണ്ണം അതിനെക്കാട്ടി ഇച്ചിരി ചെറിയ അളവിലും. അപ്പം നമ്മളിത് ഈ ഒരു പൊക്കത്തിൽ വെച്ചിട്ട് അതിനുശേഷം ഈ ഒരു പീസ് ഇങ്ങനെ വെക്കും. അപ്പം നമുക്ക് ഈ സൈഡിൽ നിന്ന് ഭിത്തി പോലെ സെറ്റ് ചെയ്തിട്ട് ഒട്ടിക്കാനൊരു ബലത്തിന് വേണ്ടിയാണ് നമ്മളിത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ സാധനം നമ്മളിപ്പോൾ ഇവിടെയിട്ടാണ് വെക്കാൻ പോകുന്നത്. പിന്നെ നമ്മളിപ്പം ഷേപ്പില്ലാത്ത രീതിയിൽ കുറേ തെർമോക്കോളുള്ള നമ്മളെ കൊണ്ട് പറ്റിയ രീതിയിലൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളിത് ജസ്റ്റ് ഒന്ന് വെച്ച് കാണിക്കാം. ഇവിടോട്ട് ഇങ്ങനെ 2 പീസ് വരും. പിന്നുള്ളതെന്ന് വെച്ചാൽ ഇവിടുന്ന് ഇങ്ങനെ ഇതിൻ്റെ ഈ ഒരു പാർട്ടായിട്ട് വരും. പിന്നുള്ളത് ഈ ഒരു ചെറിയ പീസ് അത് നമ്മൾ ജസ്റ്റ് ഇവിടോട്ടൊന്ന് ചെയ്യും. അപ്പോൾ ഈ ഒരു ഭാഗത്തായിരിക്കും നമ്മുടെ പുൽക്കൂട് വരുന്നത്. അപ്പോൾ നമ്മൾ ഇത്ര ചെയ്തെടുത്ത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമ്മളിനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മതിൽ പോലെ സെറ്റ് ചെയ്തെടുക്കണം ഈ തെർമോക്കോൾ വെച്ച്. അപ്പം നമ്മൾ അടുത്ത ഇനി ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ അയണൊക്കെ വെച്ചിട്ട് ചൂടാക്കി ജസ്റ്റ് ഒന്നൊരു എന്താ പറയുന്നത് കട്ട അല്ലെങ്കിൽ കല്ലൊക്കെ അടുക്കി വെച്ചിങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് വരച്ചെടുക്കാൻ പോവാ. അപ്പം നമ്മൾ ഏകദേശം ഇങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നൈസായിട്ട് ഇച്ചിരി പുട്ടി കലക്കിയിട്ട് ഇതിൻ്റെ മണ്ടയ്ക്ക് ഒന്ന് തൂത്തുവിടാം. പുട്ടി കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇതിലേക്കൊന്ന് മൊത്തത്തിലൊന്ന് തൂത്തെടുത്ത് നോക്കാം. കുറച്ച് കല്ലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മണ്ടയ്ക്ക് ചുമ്മാ ഇങ്ങനെ പുട്ടിയൊക്കെ ഒന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ പുട്ടിയിട്ടിട്ട് ഈ ഗ്യാപ്പിലൊക്കെ ഈ സാധാ ബ്രഷൊക്കെ വെച്ചിട്ട് നമ്മളിങ്ങനെ തൂത്ത് വിട്ടേക്കുന്നത്. നമ്മളൊരു പഴയ ചെറിയൊരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് മുറിച്ചിട്ട് ചെറിയൊരു കിണറൂടെ സെറ്റ് ചെയ്യാം. നമ്മൾ ബോട്ടിൽ ഈ ഒരു ഷേപ്പ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ കിണർ വെക്കാനുള്ള ഈ സൈഡിൽ വെച്ചേക്കുന്ന കമ്പെന്ന് വെച്ചാൽ നമ്മൾ വൈ ഷേപ്പിൽ ഒരു ചെറിയ ചുള്ളിക്കമ്പ് എടുത്തിട്ട് അത് നമ്മൾ ടേപ്പിൻ്റെ സഹായത്തിൽ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിരിക്കുക. പിന്നെ അതിൻ്റെ മണ്ടയ്ക്ക് ഇങ്ങനെ വെക്കാൻ വേണ്ടി വേറൊരു പീസ് നമ്മൾ അതിൻ്റെ അളവിൽ വെട്ടിയെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് അവിടെ ഇങ്ങനെ നമ്മൾ സ്ഥലത്ത് വെച്ചിട്ട് പിന്നെ നമ്മൾ പുട്ടിയിട്ടത് പൊട്ടിക്കുക. നമ്മൾ പുട്ടി വെച്ച് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് വെക്കുക. നമ്മളിത് ഉണക്കാൻ വെച്ചേക്കുവാണ്. നമ്മളിത് ഉണങ്ങി സെറ്റ് ആയതിൻ്റെ അകത്ത് ഇപ്പോൾ നമ്മളിപ്പം ഇതിൻ്റെ അകത്ത് 3 തൂണിട്ടിട്ടുണ്ട്. അത് വെച്ചാൽ സോൾഡറിങ് ചെയ്യാൻ വെച്ചിട്ട് കിഴിച്ചിട്ട് അതിൻ്റെ അളവിൽ കമ്പിട്ടിട്ട് ഈ ഒരു അളവ് വരുന്ന രീതിയിൽ നമ്മളിപ്പോൾ തൂണിട്ടേക്കുന്നത്. അപ്പോൾ അതിൻ്റെ മണ്ടയ്ക്ക് വരുന്ന സാധനം ഇത്. അത് നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് ഒരു 2 കമ്പ് ക്രോസ് അങ്ങോട്ട് വെച്ചിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമ്മളിങ്ങനെ ഇതുപോലെ 2 കമ്പ് വെച്ച് ഒട്ടിച്ചെടുത്തിട്ട് അതിൻ്റെ ഇടയ്ക്കൂടെ പിന്നെ നമ്മളൊരു കമ്പ് വെച്ചിട്ട് ഇങ്ങനെ കെട്ടിയെടുത്തേക്കുക ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ കുറുകെ ഈ ചെറിയ ഈരയുടെ പീസ് എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മളിതൊന്ന് വെച്ച് ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇതേലെ ലൈറ്റ് അതിൻ്റെ അകത്ത് വെക്കാൻ പോകുന്നത്. അപ്പോൾ ലൈറ്റ് നമ്മൾ ഇതിൻ്റെ മണ്ട ഇടുന്നതിന് മുമ്പേ നമ്മൾ സെറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെയും ഈ കമ്പയിലാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് ഇതിലെ ഇങ്ങനെ വയർ വലിച്ച് നമ്മൾ താഴോട്ട് എടുക്കുകയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഫ്ലഷ് ക്വിക്ക് വെച്ച് ചെയ്ത് ഒട്ടിക്കുന്നത്. ഈ ഒരു ബൾബ് നമ്മൾ പുറത്തോട്ട് ഉള്ള വെട്ടത്തിന് വേണ്ടി നമ്മളിവിടെ വെച്ചേക്കുക. അപ്പം നമ്മളിതിൻ്റെ മണ്ടയ്ക്ക് വെക്കാൻ വേണ്ടി ഈ മരത്തിൻ്റെയും തെങ്ങിൻ്റെയും അതുപോലെയൊക്കെയുള്ള തൊലി എടുത്തേക്കുന്നത്. അതിങ്ങനെ ജസ്റ്റ് വെച്ചിട്ട് അളവിനനുസരിച്ച് മുറിക്കുകയോ അല്ലെങ്കിൽ ഒടിച്ച് ചെയ്തിട്ട് ഇങ്ങനെ ഒട്ടിച്ച് വെച്ചാൽ മതി. ഇങ്ങനെ അടുക്കി നമ്മളിപ്പോൾ മേൽക്കൂര മൊത്തം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഏകദേശം ഒരു പണിയൊക്കെ കഴിഞ്ഞിട്ടുള്ള ലുക്ക്. അപ്പോൾ നമ്മളിതുപോലെ പഴയ ഉണങ്ങിയ ഉണക്ക മുളയുടെ ഇതൊക്കെ എടുത്തിട്ട് നമ്മളിപ്പോൾ ചെറിയൊരു വേലി പോലെയൊക്കെ പണിയാൻ പോകും ഇതിൻ്റെയൊക്കെ സൈഡിൽ. അപ്പം നമ്മൾ ഈ വേലിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലായിടത്തും. നമ്മളിതുപോലെ ചെറിയൊരു കമ്പ് പിടിച്ച് മരത്തിൻ്റെ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ മരത്തെ തൂക്കാൻ വേണ്ടി നമ്മൾ റാന്തലും ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ റാന്തലിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്, ആവശ്യമുള്ളവർ പോയി കാണും. നമ്മൾ ഈ റാന്തൽ ഇതേ സെറ്റ് ചെയ്തെടുക്കാൻ പോവുക. അപ്പോൾ അതിൻ്റെ വയർ ഇതിലെ കൂടി ഈ കമ്പേ കൂടെ തന്നെ എടുത്തിട്ട് ഇതിലെ ഒരു ഹോൾ ഇട്ടിട്ടുണ്ട്. ആ ഹോൾ വഴി എടുത്ത് ഇതിൻ്റെ അടിയിൽ കൂടെ സെറ്റ് ചെയ്യാനാണ് പോകുന്നത്.
അപ്പം നമ്മളിങ്ങനെ പെയിൻ്റ് അടിച്ചെടുക്കുകയാണ്. അപ്പം ഈ ഫാബ്രിക് കളർ ഈ 3 കളറാണ് നമ്മൾ എടുത്തേക്കുന്നത്. അത് മിക്സ് ചെയ്താണ് ഇങ്ങനെ പെയിൻ്റ് അടിച്ച് എടുക്കുന്നത്. അപ്പം നമ്മൾ ജസ്റ്റ് ഈ തെർമോക്കോൾ വെച്ചിട്ട് നമ്മൾ പാത്രത്തിൻ്റെ ഷേപ്പ് കെട്ടിയിട്ട് ഈ പുട്ടിയാനിട്ട് നമ്മൾ ഒരു പാത്രമൊക്കെ പണിയെടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ രൂപങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിനി ലൈറ്റൊക്കെ ഇട്ടിട്ട് ഇനി രാത്രിത്തെ വ്യൂ ഒന്ന് നോക്കാം. അപ്പം നമ്മൾ രാത്രി ലൈറ്റൊക്കെ ഇട്ട് നോക്കിയിട്ടുണ്ട്. ലൈറ്റൊക്കെ ഇട്ട് നോക്കി നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും കമൻറ്റൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തേക്കണം. പിന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഇനി അടുത്ത ദിവസം കാണാം.